അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തതേ മൂന്നാറിൽ പോയപ്പോഴാണ്. മൂന്നാറിലെ റോസ് ഗാർഡനിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇതെല്ലാം. ഇവിടെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഞാൻ കാണാത്ത പൂക്കളായിരുന്നു. ഞാൻ വീഡിയോസിലും ഫോട്ടോ ഒക്കെ കണ്ടിട്ട് മാത്രമുള്ള പൂക്കളെ ഞാൻ അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അത് അവിടെ മൂന്നാർ പോകുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണത്. ഞാൻ ഇത്രയും ലേറ്റായി പോയതിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പും പോയിട്ടുണ്ട്, പക്ഷേ ഈ ഫ്ലവർ ഗാർഡൻ കണ്ടതായിട്ട് ഓർമ്മയിലില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും കണ്ടു. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. നമുക്ക് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ലായിരുന്നു. അത്രയും ഭംഗിയാണ് ഓരോ പൂക്കളെയും കാണാൻ. ഈ പൂവിൻ്റെയൊക്കെ ഒരു തൈ നമ്മൾ സെയിലിനുള്ളതും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാവരും, പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരും അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസുകൾ, പല വെറൈറ്റി റോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നേ പോരാൻ തോന്നില്ല, അത്രയ്ക്കുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി റോസുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടാണ്. ഓരോ റോസുകളുടെയൊക്കെ കടയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ളതാണ്. കാരണം ഒരുപാട് കാലം നിന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ, പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണിത്. എനിക്കിതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നിയിരുന്നില്ല. കുറേ നേരമൊക്കെ നിന്നു, പക്ഷേ എല്ലാവരും ഇതിനോട് താല്പര്യമുള്ളവരായിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാനവിടെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കൂടി പോകേണ്ടി വന്നിട്ടോ. ഇതൊക്കെ ഇങ്ങനെ നേരെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഫീലിംഗാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഉണ്ടായത്. ഇനിയും ഒരു പ്രാവശ്യം കൂടി പോകാൻ തോന്നുന്നുണ്ട് അങ്ങോട്ട്. അത്രയും ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഈ ഡാലിയ പൂക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളേഴ്സ് തന്നെ എത്ര ടൈപ്പിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ക്ലൈമറ്റും കൂടി ഇത് നന്നായിട്ട് വളരാനൊരു കാരണമാണ് കേട്ടോ. നമ്മളിതിവിടെ കൊണ്ടുവച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും തണുപ്പൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ക്ലൈമറ്റ് ഈ ചെടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റോസൊക്കെ ഉണ്ടല്ലോ, പല വെറൈറ്റി ആണ് ഉണ്ടായിരുന്നത്. ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ നട്ടേക്കാണ്, നിലത്ത് നട്ട് വെച്ചിട്ടുള്ള റോസുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പരമാവധി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് വിച്ഛേദിച്ച് അങ്ങോട്ട് കിടന്നിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ അനുവദിച്ചിട്ടുള്ള ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൽ പെടാത്ത ഒരുപാട് പൂക്കളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ്